ഗൈസ് എല്ലാവർക്കും തന്നെ സ്വാഗതം കേട്ടോ. നമ്മളിന്ന് രാവിലെ 6 മണിക്കാണ് പോകുന്നത് എറണാകുളത്തേക്കാണ്. നമ്മളിന്ന് അവിടെ ഫുള്ള് എക്സ്പ്ലോർ ചെയ്യാൻ പോകാട്ടോ. നമ്മൾ നേരെ കയറി വന്നാൽ തന്നെയുള്ള വ്യൂ നോക്കിയേ. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ അവിടുന്ന് പോകുന്നപ്പോൾ നമ്മൾ നിൽക്കുന്നത് തൃശ്ശൂരാണ് കേട്ടോ. അവിടുന്ന് കുറേ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വണ്ടി ഓടിച്ച കാരണം അവിടുന്ന് പോന്നിട്ട് പിന്നെ ഇവിടെ വണ്ടി നിർത്തിയിട്ട് ഒന്ന് ജസ്റ്റ് പുറത്തിറങ്ങിയതാണ്. അങ്ങനെ നമ്മൾ പാലിയേക്കര ടോളൊക്കെ കഴിഞ്ഞിട്ട് നമ്മളുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ ആയിട്ടുള്ള ഫോർട്ട് കൊച്ചിയിലേക്ക് കണ്ടപ്പോൾ പോകുന്നത്. ഇന്ന് അധികം തിരക്കൊന്നും ഇല്ലാത്ത കാരണം വലിയ ബ്ലോക്കിലൊന്നും പെടാതെ അവിടെ എത്തി. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ എറണാകുളത്തുള്ള ഫോർട്ട് കൊച്ചിയുടെ ഫ്രണ്ടിലാണ് കേട്ടോ. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മളിന്ന് എറണാകുളത്ത് കുറച്ച് സ്ഥലങ്ങളൊക്കെ നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ്. സോ എന്തായാലും എന്നത്തെ പോലെ തന്നെ നിങ്ങളും നമ്മുടെ കൂടെ തന്നെ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പോന്നേക്കാം. ഇങ്ങോട്ട് എന്ന് വിചാരിച്ച് വന്നതല്ല കേട്ടോ. എറണാകുളത്ത് ജസ്റ്റ് വന്നിട്ട് രാവിലെ റൈഡായിട്ട് വന്നിട്ട് നമ്മളിവിടെ കുറച്ച് സ്ഥലങ്ങൾ കണ്ടിട്ട് പോകാൻ വിചാരിച്ചാണ്. സോ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ. ഉള്ളിലേക്ക് കയറി നോക്കി നോക്കാം കേട്ടോ. ഓക്കെ, ലെറ്റ്സ് ഗോ. നമ്മളിതാ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തു. 10 രൂപയുണ്ടോ പാർക്ക് ചെയ്യാനായിട്ട് വന്ന്. അങ്ങനെ പാർക്ക് ചെയ്തിട്ട് നമ്മളിതാ ഉള്ളിലേക്ക് കയറി. ഇവിടുന്ന് കയറുമ്പോൾ തന്നെ വ്യൂ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഗൈസ്, നിങ്ങളുടെ വീട്ടിലൊരു ലാപ്ടോപ്പോ PC അല്ലെങ്കിൽ ഒരു ആൻഡ്രോയിഡ് TV ഉണ്ടോ? ഉണ്ടെങ്കിൽ ദിസ് വീഡിയോ ഫോർ യു ഗൈസ്. നിങ്ങളിപ്പോൾ ഒരു ഗെയിം പാഡൊക്കെ നോക്കി നടക്കുകയാണെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഇത് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ്. കാരണം ഞാൻ പേഴ്സണലി യൂസ് ചെയ്തിട്ടുള്ളതാണ്. ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞത് 700-800 രൂപ വരുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടവർ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സും അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിൽ നോക്കിയൊക്കെ നമ്മളവിടെ ലിങ്ക് കൊടുക്കാം കേട്ടോ. നോക്കേ, ഇവിടെ നോക്കുമ്പോൾ ഒരുപാട് ഷിപ്പ് നമുക്ക് അവിടെ ഇങ്ങനെയായിട്ട് കാണാം കേട്ടോ. കുറേ ചരക്ക് കപ്പലും അതുപോലെ തന്നെ എല്ലാത്തതുമായിട്ട് ഒരുപാട് ഷിപ്പുകൾ. ഞാൻ ജസ്റ്റ് സൂം ചെയ്ത് കാണിച്ചു തരാം. അവിടെ മാത്രമല്ല, അത് നമ്മൾ ഇവിടെ ഉണ്ട് ഒരുപാടാണ് ചെറിയ ചെറിയ ബോട്ട് കാര്യങ്ങളൊക്കെ. എപ്പോഴും കാണാനില്ല നിങ്ങളുടെ ഫേസ്ബുക്കിൽ ഇതിലൊക്കെ എപ്പോഴും പട്ടാമ്പിയാണ്. താങ്ക് യു. ഓക്കെ, മണിച്ചേട്ടൻ്റെ അനിയൻ രാമകൃഷ്ണ ചേട്ടനെ കണ്ടുകിട്ടു. അപ്പോൾ അങ്ങനെ അതായത് ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. സോ എന്തായാലും നമ്മൾ വീഡിയോസിലൊക്കെ കാണാമെന്നല്ലാതെ നേരിട്ട് കാണുന്നത് ഫസ്റ്റ് ടൈമാണ്. അങ്ങനെ അവിടുന്ന് കുറച്ച് നേരം സംസാരിച്ച് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് അവിടുന്ന് ഇറങ്ങി. ഇപ്പോൾ അങ്ങനെ നമ്മൾ ഈ ഒരു പാലത്തിൻ്റെ മുകളിൽ കയറിയിട്ട് അതിൻ്റെ ഇവിടെ നിന്നുള്ള നല്ല അടിപൊളി വ്യൂ ആണ്. ഇവിടുന്ന് നല്ല മനോഹരമായിട്ടുള്ള അവിടെ ആ ഒരു കപ്പിലൊക്കെ വന്ന് നിൽക്കുന്നതൊക്കെ ഇവിടെ നല്ല ക്ലിയർ ആയിട്ട് കാണാണ്ട്. ഇവിടെ ഒരുപാട് പേര് വന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നതായിട്ടോ. പിന്നെ അവിടെ ഒരു ചേട്ടത് മീനൊക്കെ പിടിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് പോരും കേട്ടോ. നമ്മൾ പോണ വഴിക്ക് ഒരുപാട് ബോട്ടുകൾ ഈ സൈഡിലൊക്കെ ആയിട്ട് നിർത്തിയിട്ടുണ്ട്. പിന്നെ 2-3 പ്രാവശ്യം ഓരോരുത്തർ വന്നിട്ട് ബോട്ട് സർവീസ് എന്ത് വേണമെന്നൊക്കെ വെച്ച് വന്നിട്ടുണ്ട്. എത്ര 1000 രൂപ അങ്ങനെ എന്തായിട്ടാണ് പോകുന്നത്, എനിക്കറിയില്ല കേട്ടോ. കറക്റ്റ് പ്രൈസ് എത്രയെന്ന് അറിയില്ല, ഞാൻ ചോദിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെ വന്ന് ബോട്ട് സർവീസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇത് ഇവിടെ നിന്നാണ് ചെന്ന് കഴിഞ്ഞാൽ അവിടെ നമ്മുടെ ഒരു ഗുഡ്സൊക്കെ എടുത്തുകൊണ്ട് പോകുന്ന ഒരു സ്ഥലമാണെന്ന് തോന്നുന്നു. ഇത് കണ്ടേ, ഇതിനെ നടക്കുമ്പോൾ ഒരു പ്രത്യേക ഫീൽ ഉണ്ട്. ഈ ഒരു മരത്തിൻ്റെ തണലൊക്കെ ആയതുകൊണ്ടാവാം. പിന്നെ ഈ ഒരു സൈഡിൽ ഇങ്ങനെ ഒരു വ്യൂ അല്ലേ, സൈഡിലൊക്കെ ഒരുപാട് കടകളും മറ്റും. ഓക്കെ, എന്തായാലും ഉച്ച സമയമായിട്ടുണ്ട് കേട്ടോ. വെയിൽ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് എന്തായാലും നമ്മൾ ഇവിടുന്ന് ഇറങ്ങുകയാണ്. ഇവിടെ ഇനി ഒരുപാട് കാണാനുണ്ട് കേട്ടോ. ആ ഒരു സൈഡിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ. പക്ഷേ നമ്മളിവിടെ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യില്ല. കാരണം നമ്മൾ വന്ന ടൈം എന്ന് പറഞ്ഞാൽ ഉച്ച സമയമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇവിടുന്ന് അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകട്ടോ.
ഗൈസ് നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ എയർപോർട്ട് വ്യൂ പോയിന്റിൻ്റെ അവിടെ കേട്ടോ. ഇവിടുന്ന് നമ്മൾ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് പ്ലെയിൻ വന്ന് ലാൻഡ് ചെയ്യണത് നമുക്ക് എടുത്തു നിന്ന് കാണാൻ പറ്റും. അപ്പോൾ ഈ വഴിക്ക് പോകുമ്പോൾ ഞാൻ ജസ്റ്റ് കാണിച്ചു തന്നേന്നുള്ളൂ. ഞാൻ എന്തായാലും നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഇതിൻ്റെ അവിടുന്ന് ഒരു വിമാനം വരുന്നുണ്ട്. അത് നോക്ക്. ലാസ്റ്റ് ഒരു എയറോപ്ലെയിനും കൂടി വരുന്നുണ്ട് കേട്ടോ. അതുകൂടിയും കണ്ടിട്ട് നമുക്ക് പോവാം. ഓക്കെ, ഇത് അവിടെ നിന്ന് എടുത്തിട്ടുണ്ട്. അതിൻ്റെ പതിയെ ഇങ്ങനെ വരുന്നുണ്ട്. ഇത് നോക്കിയേ. എന്തായാലും വരട്ടെ, കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, ഏകദേശം നമ്മൾ വന്നിട്ടൊരു 5-6 പോയിട്ടുണ്ടാവും അല്ലേ? അല്ല, അതും കൂടി കാണിച്ചു തരാം. ഓക്കെ ഗൈസ്, എന്തായാലും നമ്മളിനി ഇവിടുന്ന് പോവാട്ടോ. നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാനും. റിഷാനിത് കണ്ടപ്പോൾ എനിക്ക് കുറച്ച് നേരം കാണാൻ വേണ്ടി നമ്മൾ ഏകദേശം 1/2 മണിക്കൂറോളം ഇവിടെ നിന്ന് അതൊക്കെ കണ്ടപ്പോൾ ഇനി എന്തായാലും നേരെ വീട്ടിലേക്ക് പോവാണ്. സോ ഇന്നത്തെ ഒരു വ്ളോഗ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. ഓക്കെ, ബൈ, ടാറ്റാ.